അച്ഛനമ്മമാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവും കിട്ടുന്നത് കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് നമ്മുടെ ആശ്രയമില്ലാതെ ജീവിക്കാറാവുന്ന ഒരു സമയത്താണല്ലേ. അതിലേക്കുള്ള ആദ്യ പടിയാണ് വിജയദശമി നാൾ. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി നമ്മൾ വിദ്യ അഭ്യസിച്ചു കൊടുക്കുന്നതും ആദ്യമായി കായിക രംഗങ്ങൾക്ക് തുടക്കമിടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഡേ. ഇന്ന് ആമിയുടെ വിജയദശമിയാണ്. 2022 ഒരു വിജയദശമി നാളിലാണ് അവൾ ജനിച്ചത്. ഇന്നിപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് 2 ദിവസം മുന്നെയാണ് വിജയദശമി. ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ വൈകിട്ടാണ് പൂജ എടുക്കുന്നതും അക്ഷരം കുറിക്കുന്നതും. ആദിക്ക് അക്ഷരം എഴുതി കൊടുത്തത് അച്ഛനാണ്. അതുകൊണ്ട് തന്നെ ആമിക്കുട്ടിക്കും ഇന്ന് അച്ഛൻ തന്നെയാണ് അവളുടെ ആദ്യ അക്ഷരം എഴുതിപ്പിക്കുന്നത്. വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ പൂജ വയ്ക്കാറ്. അമ്പലത്തിൽ ഇവിടെ സിഡ്നിയിൽ മുരുകൻ ടെമ്പിളിലും ദുർഗാക്ഷേത്രത്തിലും പൂജയെടുപ്പും വിദ്യാരംഭവും ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിലും ദൂരമായതുകൊണ്ട് പോകാനൊത്തില്ല. അതുമാത്രമല്ല, വീട്ടിലെ ആ ഒരു കംഫർട്ട് സോണിലിരുന്ന് അവൾ ആദ്യമായിട്ട് എഴുതട്ടെ എന്നും ഞങ്ങൾ വിചാരിച്ചു. വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. പട്ടുപാവാടയൊക്കെ ഉടുത്ത്. ഈ പാവാട തയ്പ്പിച്ചു കൊടുത്തത് ദൂരെ നിന്ന് അവളുടെ ഒരു അമ്മയാണ്, വേറെ ആരുമല്ല, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ജ്യോതി. അങ്ങനെ പാവാടയിട്ട് തലയിൽ പൂ വെച്ച് പൊട്ട് തൊട്ട് വളരെ ഹാപ്പിയായി നിൽക്കുകയാണ്. അവൾക്ക് തന്നെ മനസ്സിലായി എന്തോ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഈ ദിവസത്തെ മുഖ്യ ആൾ അവൾ തന്നെയാണെന്നും അവൾക്ക് മനസ്സിലായി. ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾ പൂജാമുറിയെല്ലാം സെറ്റ് ചെയ്തു, വിളക്കുകൾ കൊളുത്തി, പൂജ വയ്ക്കാനുള്ള പുസ്തകങ്ങൾ വച്ചു. ഈ പൂജ എടുത്തിട്ട് വേണം അവളെ അക്ഷരം എഴുതിപ്പിക്കാൻ. ഇന്ന് അക്ഷരം എഴുതിക്കൽ മാത്രമല്ല, അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ചിലങ്കയും അവൾക്കിന്ന് കിട്ടും. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചി നർത്തകിയാണ്, ഡാൻസ് ടീച്ചറാണ്, ഒക്കെ ആയ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചിയാണ് അവളുടെ ആദ്യത്തെ ചിലങ്ക കൊടുക്കുന്നത്. അവൾ എല്ലാ വിദ്യകൾക്കും ഒപ്പം നൃത്തവും സംഗീതവും എല്ലാം പഠിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതെല്ലാ പേരൻസിനും ഉള്ള ആഗ്രഹം പോലെ തന്നെയാണ് അല്ലേ. പ്രത്യേകിച്ച് കുട്ടികൾ കലയിലും കായിക രംഗത്തും ഒക്കെ മികച്ച് നിൽക്കണമെന്ന് എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കും. അതിനുള്ള ആരോഗ്യവും കഴിവും പാഷനും എല്ലാം അവൾക്ക് ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ആമി അവളുടെ ആദ്യ അക്ഷരം കുറിക്കുകയാണ്. വലിയ തട്ടിൽ നിറയെ അരിയിട്ട് കുഞ്ഞ് കൈകൊണ്ട് എഴുതുന്നത് കണ്ടപ്പോൾ കണ്ണറിയാതെ നിറഞ്ഞു. ഒരു മുഷിച്ചിലോ കരച്ചിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഏറ്റവും സുരക്ഷിതമായ മടിയിലിരുന്നു കൊണ്ടാണ് അവൾ ആ എഴുത്തെഴുതുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വളരെ സന്തോഷത്തിലായിരുന്നു. ചില കുട്ടികളൊക്കെ വിദ്യാരംഭത്തിൻ്റെ അന്ന് അലറി വിളിച്ച് കരയുന്നത് കാണാറുണ്ട്. അത് പരിചയമില്ലാത്ത ആളുകൾ അവരെ കൊണ്ട് എഴുതിക്കുന്നത് കൊണ്ടാവാം. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ നോക്കി കുറിച്ചുകൊണ്ടിരിക്കുന്ന അരി തട്ടിയിടാനുള്ള താല്പര്യത്തിലാണ്. ഞാൻ പാറ്റ് ചെയ്തോട്ടെ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം അച്ഛൻ ഓരോ അക്ഷരം എഴുതി അത് പാറ്റ് ചെയ്ത് മായ്ക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ചോദിക്കുന്നുണ്ട്, എനിക്ക് പാറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഒരു കുഞ്ഞു കിളിയിരിക്കുന്നത് പോലെ അച്ഛൻ്റെ മടിയിലിരുന്ന് അക്ഷരം എഴുതിയപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു. ഇതവളുടെ പ്രിയപ്പെട്ട ചേച്ചി നാട്ടിൽ നിന്ന് പ്രത്യേകമായിട്ട് അവൾക്ക് വേണ്ടി ഉണ്ടാക്കി ചെയ്തു കൊണ്ടുവന്ന കുഞ്ഞ് ചിലങ്കയാണ്. കൊച്ചു കാലിൽ പാകത്തിന് എത്ര സ്നേഹം ഉണ്ടാവില്ലേ, എത്ര കരുതലുണ്ടാവണം. ഞാൻ പറഞ്ഞിട്ട് പോലും അല്ല. അപ്പോൾ അത്രയും കരുതലോടുകൂടെ കൊണ്ടുവന്നതുകൊണ്ട് അവൾ തന്നെ അത് അവൾക്ക് കെട്ടിക്കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആമിയും വളരെ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. ഡാൻസ് ഫോർമലി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊന്നും അറിയില്ല. പറഞ്ഞു കൊടുത്താൽ ചെയ്യാറാവുന്ന ആ പ്രായത്തിലായിരിക്കും ചെയ്യുക. എന്നാലും ഇന്ന് അതിനൊരു തുടക്കം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ കൊച്ചു കാലിൽ ചിലങ്ക കെട്ടിക്കൊടുത്തു. എന്തൊരു ഭംഗിയായിരുന്നു അത് കാണാൻ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിലൊക്കെ ഒന്നായിരിക്കും ഇത്. ആദിയുടെ അക്ഷരം കുറിച്ചതും ഞങ്ങൾ വീട്ടിൽ വെച്ച് തന്നെയാണ്.
മഞ്ഞ പാവാടയെല്ലാം ഇട്ട് അങ്ങനെ വളരെ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് അവൾ. ഒരു സ്റ്റെപ്പെല്ലാം വയ്ക്കാൻ പറഞ്ഞിട്ട് വച്ചില്ല, പേടിച്ചങ്ങനെ നിൽപ്പാണ്. പിന്നെ അവസാനം ഞങ്ങൾ പറഞ്ഞു എന്നാൽ ദൂരെ നിന്ന് നടന്നിട്ട് വാ. അപ്പോൾ മണിയെല്ലാം കിലുക്കി അവൾ മെല്ലെ നടന്നു വന്നു. എന്തോ മനസ്സിലായിട്ടുണ്ട്, എന്തോ പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്നെന്തോ കാര്യമായിട്ട് അവൾക്ക് സംഭവിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വലിയ ചടങ്ങ് കഴിഞ്ഞ് ഒരു ചെറിയ സദ്യ വീട്ടിലുണ്ടാക്കിയിരുന്നു. ഞങ്ങളെല്ലാവരും സദ്യ കഴിച്ചു. വളരെ സന്തോഷമായിട്ട് ആ ദിവസം അങ്ങനെ അങ്ങ് സമാപിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനാനുഗ്രഹങ്ങളും ഉണ്ടാവണം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി.